ഇറാനിൽ ആഭ്യന്തര കലാപം തുടരുന്നു. ഇതുവരെ 2000-ലധികം പേർ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അതേസമയം ഇറാനും യുഎസും യുദ്ധത്തിലേക്ക് കടന്നേക്കുമോ എന്ന ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, ഇറാനിൽ കലാപങ്ങൾ പിന്നെയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2000-ലധികം പേരുടെ മരണത്തിനിടയാക്കുന്ന ഒരു കലാപത്തിലേക്ക് അത് വഴിമാറുന്നു. ഏറെ നിർണായകം ഈ ഒരു ഇറാനും യുഎസും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് തന്നെ ഇത് കടന്നേക്കുമോ എന്നൊരു ആശങ്കയും നിഴലിക്കുന്നുണ്ട്. ട്രംപ് അടക്കം കടുത്ത വിമർശനങ്ങളാണ് അല്ലെങ്കിൽ കടുത്ത ചോദ്യങ്ങളായിരുന്നു ഇറാന് നേരെ ഉയർത്തിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് തന്നെ ഈ ഒരു കലാപം വഴിമാറും. ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷങ്ങൾ നേരത്തെ തന്നെ അതിപ്പോൾ ഇസ്രായേൽ പലസ്തീൻ വിഷയം മുതൽക്ക് തന്നെ വലിയ ഒരു ആഭ്യന്തര സംഘർഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ആന്തരിക സംഘർഷം നിലനിന്നിരുന്നു. ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര കലാപം നാൾക്കുനാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുഎസ് വീണ്ടും ഇത്തരത്തിൽ ഭീഷണികളുമായി അല്ലെങ്കിൽ മുന്നറിയിപ്പുകളുമായി ഇറാനെതിരെ എത്തിയിട്ടുള്ളത്. ഇറാനിലാകട്ടെ അതേസമയം പ്രക്ഷോഭത്തെ സാധാരണയായി ഇറാൻ ഭരണകൂടം അവരുടെ അടിച്ചമർത്തൽ അടക്കമുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര കലാപത്തെ നേരിടുന്നത്. തെരുവുകളിൽ ഇറങ്ങിയ പ്രതിഷേധക്കാരെയും പ്രക്ഷോഭിക്കുന്ന ആളുകളെയും മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരെയും എല്ലാം തന്നെ കാരണങ്ങളൊന്നുമില്ലാതെ ഏകപക്ഷീയമായി ജയിലിൽ അടയ്ക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രക്ഷോഭകാരികളെ തൊട്ടാൽ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം നേരിടേണ്ടി വരും എന്ന് യുഎസിന്റെ ഭീഷണി ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു യുദ്ധഭീതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇറാനുമായുള്ള ഈ ഒരു സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിനിടെ മിഡിൽ ഈസ്റ്റിലുള്ള പ്രത്യേകിച്ചും ഖത്തറിലും മറ്റുമുള്ള സൈനിക വ്യോമതാവളങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്കോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി അമേരിക്ക ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇറാന്റെ ആക്രമണം മുൻകൂട്ടി കണ്ടിട്ടാണോ ഉദ്യോഗസ്ഥരോട് സൈനിക താവളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അമേരിക്ക ആവശ്യപ്പെട്ടത് എന്നുള്ള ഒരു അഭ്യൂഹം സ്വാഭാവികമായും ഉണ്ടാവുകയായിരുന്നു. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്, അതായത് ഒരു സൈനിക വിഭാഗം തന്നെയാണ് സ്ട്രൈക്ക് ഗ്രൂപ്പ്, കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്, അതായത് ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രത്യേകിച്ച് അസാസിനേഷൻസ്, കൊലപാതകങ്ങൾ പോലുള്ള സംഭവങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത്. ഇതും ഈ ഒരു യുദ്ധഭീതിക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രക്ഷോഭത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 800 തടവുകാരെയാണ് ഇറാൻ പരസ്യ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇതുവരെ ഇറാൻ ഭരണകൂടത്തിന്റെ അടിച്ചൊതുക്കലിലും അതുപോലെ തന്നെ സായുധ സേനയുടെ റെവല്യൂഷണറി ഗാർഡ്സിന്റെ വെടിവെപ്പിലുമായി 3400-ലധികം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഔദ്യോഗികമായ ഒരു കണക്ക് ഭരണകൂടം ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല സ്വതന്ത്രമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തു പോകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ആ ഒരു കണക്ടിവിറ്റി തന്നെ പൂർണ്ണമായും നിരോധിച്ചത്. ഇപ്പോൾ ഒരാഴ്ചയായി ഇറാനിൽ ഇന്റർനെറ്റ് നിരോധിച്ചിട്ട് ആ ഇന്റർനെറ്റ് നിരോധനം ഒരാഴ്ച നീണ്ടു നിന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കണക്ക്, എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർ ഇത്തരത്തിൽ തടവിലുണ്ട് മുതലായതൊരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് പുറം ലോകത്തിന് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എങ്കിലും ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കമുള്ളവർ പറയുന്നത് 3400-ലധികം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഇറാനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന 2 ജേർണലിസ്റ്റുകളായിട്ടുള്ള പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ UN സെക്യൂരിറ്റി കൗൺസിലിൽ സംസാരിച്ചിരുന്നു. ഈ ഒരു സംഘർഷം മുന്നിൽ കണ്ട് ഇടപെടുന്നതിൽ UN പരാജയപ്പെട്ടു എന്നവർ പറയുകയുമുണ്ടായി. അതേ സെക്യൂരിറ്റി കൗൺസിലിലാണ് ഇത്തരത്തിൽ മൈക്ക് വാൾസ്, അതായത് അമേരിക്കയുടെ സുരക്ഷാ കൗൺസിലിലെ പ്രതിനിധിയായ മൈക്ക് വാൾസ് പറഞ്ഞത് ട്രംപ് ഒരു പ്രവർത്തികളുടെ മനുഷ്യനാണ്, അതായത് കേവലം സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ആക്ഷൻ എടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇപ്പോഴും ഓപ്ഷൻസ് തൻ്റെ മുന്നിലുണ്ട്, അത് നടത്താൻ അദ്ദേഹം മടിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ ആഭ്യന്തര കലാപം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. 2000-ലധികം പേരാണ് ഇതുവരെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കം അവകാശപ്പെടുന്നത്. അതുല്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്.